ഇങ്ങനെ ചെയ്തേനെ. ഓക്കെ, ഒരുപാട് സ്വപ്നങ്ങൾ തന്നിട്ട് താൻ എന്നെ വിടുന്നത്. ഞാൻ അത് കണ്ടിരുന്നോളാം. കരുതിയിരിക്കുന്നെ എന്നെ പോലെ ഡ്രസ് ചെയ്താലോ, എന്നെ പോലെ മേക്കപ്പ് ചെയ്താലോ, എന്റെ വീട്ടിൽ ഇടയ്ക്കെങ്ങാനും താമസിച്ചാലോ എന്നെ പോലെ ആവുന്നോ? നവീനോടൊപ്പം നടക്കുമ്പോ എന്ത് ചെയ്യണമെന്നാ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നേ. പക്ഷെ നീ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നെ? ഞാൻ എന്ത് കാണിച്ചു എന്നാ? നവീന്റെ പ്രോപ്പർട്ടിയിൽ വെച്ച് ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോ നീ എന്താ ചെയ്തേ? ചോദിച്ചത് കേട്ടില്ലേ? അവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ആ മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതൊരു തെറ്റാണോ? നീ എങ്ങനെയാണ് രക്ഷിക്കാൻ ശ്രമിച്ചേ? നവീനെ നീ ടച്ച് ചെയ്തു, നവീനെ നീ കെട്ടിപ്പിടിച്ചു. ഒരാളെ മറ്റുള്ളവരെ കൊല്ലാൻ നോക്കുമ്പോ പിടിച്ചു മാറ്റണമെങ്കിൽ അയാളുടെ ശരീരത്തിൽ തൊടണ്ടേ? നീ അവിടെ ചെയ്തതൊക്കെ ഞാൻ കണ്ടു, തൊട്ടടുത്ത് നിന്ന് ഞാൻ കണ്ടു. അങ്ങനെ മണം പിടിച്ച് കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വരാറുന്നല്ലോ. എന്നോട് അഹങ്കാരം പറയരുത്. ഇവിടെ ഈ വീടിന്റെ ഉമ്മറത്ത് വെച്ച് യാത്രയാവുന്നതിന് തൊട്ടു മുൻപ് നവീൻ നിന്നെ കെട്ടിപ്പിടിച്ചില്ലേ? ഇല്ലടി. അതെ, ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചോ? ഒരു പ്രതീക്ഷയില്ലാതെ അയാൾ എന്നെ ചേർത്ത് പിടിച്ചാ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മമ്മി, ഇവളെ ഒരു നിമിഷം കൂടെ ഇവിടെ നിർത്താൻ പാടില്ല. ഇവളെ ഞാനായിട്ട് അഭിനയിക്കല്ല, ഞാനായിട്ട് ജീവിക്കുക. കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടപ്പോ ഇവളെ പോലത്തെ തേർഡ് റൈറ്റുകൾക്ക് പലതും മനസ്സിൽ തോന്നുന്നുണ്ടാവും. അതെ, ആവശ്യമില്ലാതെ ഓരോന്നും പറയരുത്. എല്ലാം കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. നീ എന്ത് ചെയ്യടി? മമ്മി, ഇവളെന്നെ പ്രൊവോക്ക് ചെയ്യാ. ഇവിടെ ഞാൻ കൊല്ലും. മോളെ, അകത്ത് പോ. ഞാനാ പറയുന്നേ, കേറിപ്പോ. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സഹിക്കുന്നതിനൊരു അതിരില്ലേ? സുനന്ദേ, കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോ. മോളെ വാ. മോളെ, സിനി, എന്താ സംഭവിച്ചത്? അതങ്ങനെ സംഭവിച്ചു പോയതാ, അല്ലാതെ കരുതി കൂട്ടിയൊന്നും അല്ല കേട്ടോ. ശരി, എന്നാലും അയാളെ കെട്ടിപ്പിടിച്ചപ്പോ നിനക്കത് ഇഷ്ടായോ? എനിക്കറിഞ്ഞൂടാ. അതൊന്നും കൂടി മനസ്സിലാലോചിച്ചിട്ട് ഒന്ന് പറഞ്ഞോക്കേ. എനിക്കിപ്പോ എന്താ തോന്നുന്നറിയോ? നവീന് സത്യത്തില് ഗാഥയേക്കാൾ ഇഷ്ടം കൃഷ്ണയോടാന്നാ. ഗാഥയായി അഭിനയിച്ച് അവസാനം ഈ കഴുത്തെ തന്നെ ആ ചെക്കൻ താലി കെട്ടോ? എന്നേക്കുമായി സ്വന്തമാക്കോ? ഒരു കാര്യം ചെയ്യേ, നാളെ മുതല് അവരുടെ വേഷം കെട്ടി സുനന്ദേച്ചി അങ്ങോട്ട് ചെല്ല്. അപ്പോ അയാളെയും കെട്ടിട്ട് സുഖമായിട്ട് ജീവിക്കാലോ. ഗോപാലൻ മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഈ രൂപം കിട്ടിയിരുന്നെങ്കിലേ ഒരു കൈ ഞാൻ നോക്കിയേനെ. പക്ഷെ അതില്ലല്ലോ. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കുന്നേ. തിളച്ച വെള്ളെടുത്ത് ഞാൻ തലയിൽ കൂടെ ഒഴിക്കും. ഞാനിവിടെ പ്രേമിക്കാനാണോ വന്നിരിക്കുന്നത്? അമ്മയുടെ കാര്യോർത്ത് കുറച്ച് പണം വാങ്ങിപ്പോയി. അതുകൊണ്ട് ഇത്തിരി ആത്മാർത്ഥത കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അതാ ഞാൻ ചെയ്ത അബദ്ധം. അല്ലാതെ ഇതിനൊക്കെ എനിക്ക് എന്താ? അയാൾ വരെ സംസാരിക്കേ, അത് കഴിഞ്ഞ് അയാൾ അങ്ങോട്ട് പോവും.
എനിക്കിതൊന്നും ആലോചിച്ചോണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ ടൂള് ടൂള് എന്ന്. കാശിയാർക്ക് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൂ സുനന്ദേച്ചി. കണ്ടിട്ടില്ലേ ചിലര് പണിയൊക്കെ കഴിയുമ്പോ ഉപകരണങ്ങളൊക്കെ വലിച്ചെറിയുന്നത്? അതാണ് എന്റെ നിങ്ങളുടെയൊക്കെ സ്ഥാനം. ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ദൈവത്തിന് ഇങ്ങനെയും കുരുത്തക്കേട് കാണിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ അവളെ ഒരേ രൂപത്തിൽ സൃഷ്ടിച്ചു. എനിക്ക് മടുത്തു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ അയാള് കെട്ടിപ്പിടിച്ചതിന്റെ ലക്ഷണം മുഖത്തുണ്ട്. തപ്പി നോക്കിയാലൊന്നും പോവില്ല. അതെ, നാണം കൊണ്ട് ചുവന്നതാ. സുനന്ദേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? നാണം കൊണ്ട് ചോന്നു പോലും. ഇനി അതുകൂടി കേട്ടാ മതിയാ ഭദ്രകാളിക്ക്. അവൾ എന്നെ പിടിച്ച് ഇവിടെ ഇട്ട് കൊന്ന സമാധാനാവല്ലോ.